വ്യാപനം നൽകിയ ദുരിതങ്ങൾക്ക് പിന്നാലെ പ്രവാസികൾ സന്തോഷത്തിലാണ്. കാരണം ആ തീരുമാനം കൈക്കൊള്ളാൻ കാത്തിരിക്കുകയാണ് അധികൃതർ. അതായത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണ പ്രവർത്തനശേഷിയിലാകുന്നത് വിപണിക്ക് ഉണർവേകുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. വിദേശികൾ നാട്ടിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് പല ഉൽപ്പന്നങ്ങളുടെയും കച്ചവടം നടക്കാറുള്ളത്. വാച്ചുകൾ, മൊബൈൽ ഫോണുകൾ, കളിപ്പാട്ടങ്ങൾ, മിഠായികൾ, നട്ട്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, ബാഗുകൾ തുടങ്ങിയ പ്രവാസികൾ നാട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ എല്ലാം കച്ചവടം വർദ്ധിക്കുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ചെറിയ തോതിൽ വിമാനത്താവളം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മാറ്റം പ്രകടമായിരുന്നു. 2-3 വർഷമായി നാട്ടിൽ പോകാതെ കഴിയുന്നവരും ഇവിടെയുണ്ട്. യാത്രാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വം, ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുമാണ് ആളുകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ സർവീസുകൾ വർദ്ധിക്കുകയും ടിക്കറ്റ് നിരക്ക് കുറയുകയും ചെയ്യും. ട്രാവൽ മേഖലയ്ക്കും പുതിയ സാഹചര്യം കരുത്തു പകരും. ഞായറാഴ്ച മുതലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണശേഷിയിലാകുന്നത്. ഇതുവരെ പ്രതിദിനം 10,000 ഇൻകമിംഗ് യാത്രക്കാർ എന്ന പരിധിയും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കർഫ്യൂവിലും ലോക്ക്ഡൌണിലും തകർന്ന ബിസിനസ് പതിയെ പച്ചപിടിച്ചു വരികയാണ്. കോവിഡ് പ്രതിസന്ധി അവസാനിച്ച് എല്ലാം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പലരും സ്ഥാപനം പൂട്ടാതെ പിടിച്ചു നിൽക്കുന്നത്. നിരവധി സ്ഥാപനങ്ങൾ ഇതിനകം താഴെ വീണു. ഇനിയൊരു തരംഗം താങ്ങാനുള്ള ശേഷി പോലും ഇത്തരം വ്യാപാര മേഖലയ്ക്ക് ഇല്ല. ചെറുകിട വ്യാപാര മേഖലയെയാണ് കോവിഡ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന മേഖല കൂടിയാണ് ചെറുകിട വ്യാപാര മേഖല. കുവൈറ്റുകൾ വാങ്ങുന്ന തരം ഉൽപ്പന്നങ്ങളുടെ വിപണിക്ക് വലിയ ക്ഷതം സംഭവിച്ചിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും കോവിഡ് കാലത്തും സർക്കാർ മേഖലയിലെ സ്വദേശികൾക്ക് കൃത്യമായി ശമ്പളം ലഭിച്ചു. പതിവുള്ള വിദേശയാത്ര ഇല്ലാത്തതിനാൽ തന്നെ കുവൈറ്റുകളുടെ പക്കൽ മിച്ചം വന്ന പണത്തിൽ ഒരു പങ്ക് വിപണിയിലും ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്വദേശിവൽക്കരണം ശക്തമാകുന്ന കുവൈറ്റിൽ നിന്നും ഒട്ടനവധി പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇതും കടുത്ത പ്രതിസന്ധിയാണ് കുവൈറ്റിന് നൽകിയത്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ നിയന്ത്രണങ്ങൾ നീക്കി പ്രവാസികളെ വരവേൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും കാത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.